എല്ലാവർക്കും നമസ്കാരം. SPR യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഡ്രാഗണിൻ്റെ വീഡിയോ ആണ്. എൻ്റെ ഏറെക്കാലത്തെ ഒരു ആഗ്രഹം ആയിരുന്നു ഡ്രാഗൺ വീട്ടിൽ നട്ടുപിടിപ്പിച്ച് അതിൽ കായുണ്ടായി കാണുക എന്ന് പറയുന്നത്. ഇപ്പോൾ പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമായിരുന്നില്ല, എന്നാലും എനിക്കതിനോട് വലിയ താല്പര്യമായിരുന്നു. അപ്പോൾ ഞാൻ ഓൺലൈൻ വഴി ഡ്രാഗണിൻ്റെ തൈ ബുക്ക് ചെയ്തു. അങ്ങനെ ഓൺലൈൻ വഴി കിട്ടിയൊരു ചെടിയാണിത്. അപ്പം ഇത് കിട്ടിയപ്പോൾ ഇനി ഇത് ഡ്രാഗണാണോ മുള്ളുചെടിയാണോ എന്നൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എന്നാലും ഞാനിത് താഴത്താണ് നട്ടിരുന്നത്. അപ്പോൾ അവിടെ ഏകദേശം 1 വർഷത്തോളം നിന്നെങ്കിലും വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. ഇതിങ്ങനെ ചെറിയ നാര് പോലെ വന്നുകൊണ്ടിരുന്ന അതിൻ്റെ ശാഖകൾ വന്നതെന്നല്ലാതെ വലിയ മാറ്റമൊന്നും അതിനുണ്ടായില്ല. അപ്പം ഞാൻ പിന്നെ ഇതിനെ ഒരു ചെടിച്ചട്ടിയിലാക്കി ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചു. അത് കണ്ട ഒരു ചെറിയ ചെടിച്ചട്ടിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനിതിനകത്തേക്ക് പിന്നെ പൊതിമടലും അതുപോലെ തന്നെ ചാണകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മണ്ണ് വളരെ കുറച്ചാണ് ഇതിനകത്തുള്ളത്. അങ്ങനെ ഇത് വളർന്നു വന്നു. ഇപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതിന് നല്ല താങ്ങ് കൊടുക്കണം, പിന്നെ മുകളിൽ ഇങ്ങനെ ടയറൊക്കെ വെച്ച് കെട്ടിയാലാണ് കായ ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് ടയറൊന്നും ഇവിടെ കിട്ടാനില്ലാത്തത് കൊണ്ട് ഞാനതിനെ തൽക്കാലം ഒന്ന് ഭിത്തിയോട് ചേർത്ത് നിർത്തിയിട്ട് ചെറിയൊരു താങ്ങൊക്കെ കൊടുത്ത് വരുന്ന ശാഖകളെല്ലാം ഇങ്ങനെ പരസ്പരം ജോയിൻ്റ് ആക്കി പിന്നെ അതിനെ കൂട്ടിക്കെട്ടി ദൂരേക്ക് പോകുന്നതിനെയൊക്കെ വളച്ചൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. പിന്നെ ദിവസവും വന്ന് നമ്മളിതിനെ മറ്റ് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുന്നത് പോലെ ഇതിനും വെള്ളം ഒഴിച്ചിട്ട് പോകും. നമുക്ക് അല്പം തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഓൺലൈൻ ക്ലാസ്സൊക്കെ നടത്തുന്നത് കൊണ്ട് ഒട്ടും സമയം കിട്ടുന്നില്ല. അപ്പോൾ HST മലയാളം ടീച്ചറായാണ് ഞാൻ. അപ്പോൾ മലയാളത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സാണ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഉച്ച കഴിഞ്ഞാൽ ഒട്ടും ഫ്രീ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ട് പോകും. ചിലപ്പോൾ രാത്രി 8 മണിക്കൊക്കെയാണ് വന്ന് നനയ്ക്കുന്നത്. ഇവിടെ ഇത് മാത്രമല്ല, ഇഷ്ടംപോലെ ചെടികൾ വേറെ ഉണ്ട്. ധാരാളം ചെടികളിവിടെ വേറെ നിൽപ്പുണ്ട്. അപ്പം ഇതൊക്കെ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ നട്ടതാണ്. അപ്പം ഇതിങ്ങനെ വാടി നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സങ്കടമാണ്. അപ്പം രാത്രിയാണെങ്കിലും വന്ന് നമ്മൾ ഇതിന് കഴിവതും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പോകും. അപ്പോൾ പിന്നെ ഇതിനെ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ ശനിയും ഞായറും നമുക്ക് കുറച്ച് സമയം റിലാക്സേഷന് ടൈമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ വന്നിട്ട് ഇതിൻ്റെ കള പറിക്കുകയും അത്യാവശ്യം വളമൊക്കെ ഇട്ട് കൊടുക്കും. വേണ്ട ധാരാളം ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങ് അറ്റം വരെ ചെടികളുണ്ട്. ഇതിൻ്റെ അവിടെ വരെ ചെടികൾ നട്ടിട്ടുണ്ട്. അപ്പം ഒരു ദിവസം ഞാനിങ്ങനെ വെള്ളം ഒഴിക്കാൻ വന്നപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് ഇതിൻ്റെ ഒരു എന്താ പറയുന്ന മൊട്ട് കണ്ടത്. ഇപ്പോൾ ഡ്രാഗണിൻ്റെ മൊട്ടാണോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഇത്തിരി വലുതായി. അപ്പോൾ ഞാൻ അത് വളരട്ടെ എന്ന് വിചാരിച്ച് വെച്ചിട്ട് പോയെങ്കിലും അതിന് അടുത്ത ദിവസം ഒരെണ്ണം എന്തോ സാധനം വന്ന് അതിനെ ഒടിച്ചിട്ടു. പിന്നെ ഒരു മൊട്ട് ഏകദേശം വലുതായി നിൽപ്പുണ്ടായി. അപ്പോൾ ഞാൻ അതിനെ ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് കൊടുത്ത് അതിനത് ഈ അവസ്ഥയിലാക്കി. ഇതിപ്പം വളർന്ന് പൂ വിരിഞ്ഞു. ഇന്നിപ്പം വിരിഞ്ഞ പൂവാണിത്. അപ്പം ഇതിൻ്റെ പൂ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് പിങ്കാണോ റെഡാണോ എന്നൊന്നും അറിയില്ല. പിങ്ക് കളറും സൈഡിൽ റെഡ് കളറും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് പൂ ഇന്നിപ്പം വിരിഞ്ഞിരിക്കുവാണ്. കേട്ടോ, ഇതിൻ്റെ ഇടയിൽ വേറെ ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് അത് വേണ്ട ഇതിങ്ങനെ വിരിഞ്ഞ് നിൽക്കും. അപ്പോൾ ഇത് വിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് ഇന്നലെ വരെ സ്റ്റേണായിട്ട് നിന്നിരുന്നു. ഇന്ന് വിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് ഈ നിശാഗന്ധിയുടെയൊക്കെ പൂ പോലെ ഇങ്ങനെ താഴത്തോട്ട് ഞാത്ത് കിടക്കുക. നമുക്ക് വളരെ കൗതുകം തോന്നി ഇത് കണ്ടപ്പോൾ. കാരണം ഇത് ഹില്ലേരിയയിലൊക്കെയാണ് കൂടുതൽ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. നമുക്കറിയത്തില്ല. പക്ഷെ ഇപ്പം നമ്മുടെ നാട്ടിലുമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഞാനത് കവറൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ഇത് വിരിഞ്ഞ് പൂ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുവാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ സൂക്ഷിച്ചൊക്കെ നോക്കിയപ്പോൾ വേറെ മൊട്ടുകളൊക്കെ വരുന്നത് കണ്ടു. എൻ്റെ മുള്ളിൻ്റെ ഇടയിൽ നിന്നാണ് മൊട്ട് വരുന്നത്. അപ്പോൾ ഇനി അത് നഷ്ടപ്പെട്ട് പോകണ്ടല്ലോ എന്നോർത്ത് ഞാൻ എന്താ ഇവിടെ കവർ ചെയ്ത് കൊടുത്തിരിക്കുക. ഇതുകൊണ്ട് ഇവിടെ ഒരു മൊട്ടുണ്ട്. ഇത് വലുതായി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിങ്ങോട്ട് നീണ്ട് ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇതിന് ഞാൻ പൊതിമടൽ ഇടയ്ക്ക് വെച്ച് കൊടുത്തു. അവിടെയൊക്കെ ചെറിയ മടൽ വെച്ച് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ചകിരിച്ചോറ്
അതിൻ്റെ റൂട്ട് വലിച്ചെടുത്തോളൂ, അതിൻ്റെ വളം. അങ്ങനെ വെച്ച് കൊടുത്ത് ഇതിങ്ങനെ നീളത്തോട്ട് വന്നു. അപ്പോൾ ഇതാ ഇവിടെ വന്നു, ഇത് പെട്ടെന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒരു മുട്ട വരുന്നുണ്ട്. അടുത്ത മുട്ട ഇവിടെയാണ്. അതിൻ്റെ ബാക്കിൽ നിന്ന മുട്ടാണ് എന്തോ സാധനം ഒടിച്ചിട്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. എന്നാലും തൊട്ടടുത്ത് തന്നെ വേറൊരു മുട്ടും കൂടെ വന്നു. അപ്പോൾ ഇതിന് വിരിഞ്ഞ് വന്നാൽ ഇതെന്താണെന്നുള്ളത്, ഏത് കളറാണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇത് വിരിഞ്ഞപ്പോൾ ഇതിങ്ങനെ മുട്ടിട്ട് കണ്ടപ്പോൾ തന്നെ ഏറെ സന്തോഷമായി. അപ്പോൾ ഇനി വിരിയുന്നത് വരെ കാത്തിരിക്കണം, ഇത് ഏത് കളറാണെന്നൊക്കെ ഉള്ളത് അറിയാനായിട്ട്. അപ്പോൾ ഈ ഡ്രാഗൻ്റെ വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇപ്പം നമുക്ക് ഒരുപാട് സ്ഥലമൊന്നുമില്ലെങ്കിലും ഇതുപോലെ ചെറിയ ചെടിച്ചട്ടികളിലൊക്കെ നമുക്ക് ഇതുപോലെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു സന്തോഷം അല്ലേ. അപ്പം അങ്ങനെ നമുക്കിത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഉണ്ടായി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇത് ഇനി വിരിയാനായിട്ട് കുറച്ച് ദിവസം കൂടെ പിടിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം വിരിഞ്ഞ് കഴിഞ്ഞു. വേറെ അവിടെ ഇവിടെയായിട്ട് 2-3 മുട്ടുകളൊക്കെ വേറെ ഇടുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഡ്രാഗൻ്റെ തൈയൊക്കെ കിട്ടുവാണെങ്കിൽ, എവിടെ നിന്നെങ്കിലും അടുത്തുനിന്ന് കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒരു ചെടിച്ചട്ടിയിൽ പൊതിമടലും ചാണകമൊക്കെ ഇട്ട് കൊടുത്താൽ അത്യാവശ്യം അതിനുള്ള വളമാകും. ഇത് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. എന്ത് നല്ല വെയിലുള്ള സ്ഥലം വേണമെന്നാണ് എനിക്കിപ്പം മനസ്സിലായത്. കാരണം ഇത് വെയിലത്ത് വെച്ചപ്പോഴാണ് ഇത് വളരാൻ തുടങ്ങിയതും. അതുപോലെ തന്നെ നല്ല വെയിൽ പാടില്ല, എന്നാലും ഏകദേശം കുറച്ച് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ചപ്പോഴാണ് ഇതിന് മുട്ടുകളൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു ചെറിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.